സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം എന്ന ആവശ്യം ഞാൻ വീണ്ടും ഉന്നയിക്കുകയാണ്. കേരളം കാത്തിരിക്കുന്ന ഒരു മറുപടിയാണത്. ഒരു സത്യപ്രതിജ്ഞാ ലംഘനവും കൂടെ അവിടെ നടത്തിയിരിക്കുകയാണ്. അതും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആളുകളുടെ മതം നോക്കാൻ EMS പോലും ഇത്രയും കടുത്ത ഒരു വർഗീയ പരാമർശം നടത്തിയിട്ടില്ല. ഒരു രാഷ്ട്രീയമായ പരാമർശമായിരുന്നു അത്. ഇപ്പോൾ ഉരുണ്ടിട്ട് കാര്യമില്ല, പറയാനുള്ളത് പറഞ്ഞു. പണ്ട് കുന്തംകുടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് ഒരു നടപടി വാങ്ങിച്ചതാണ്. ഈ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമൊന്നുമല്ല. ഇതൊരു പ്രോജക്റ്റാണ്, പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വികൃതമായ പേജാണിത്. നമസ്കാരം. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വർഗീയ പരാമർശങ്ങൾ ഉണ്ടാവുന്നത് ആദ്യമായൊന്നുമല്ല. പലരുടെ ഭാഗത്തു നിന്നും നമ്മളത് കേട്ടിട്ടുണ്ട്. വർഗീയ പരാമർശം ഉന്നയിച്ചവരിൽ പലർക്കും അത് തിരിച്ചടിയായതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വർഗീയ പരാമർശം കേട്ടത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ മന്ത്രിയുടെ ഈ വർഗീയ പരാമർശം CPMന്റെ വിഭ്രാന്തിയിൽ നിന്ന് ഉയരുന്നതാണോ, അതോ സജി ചെറിയാൻ പറയുന്നത് പോലെ മാധ്യമങ്ങൾ മന്ത്രിയുടെ പരാമർശത്തെ തെറ്റിദ്ധരിച്ച് പ്രചരിപ്പിച്ചതാണോ? പരിശോധിക്കാം. എനിക്കൊപ്പം ഈ സമയം CMP ജനറൽ സെക്രട്ടറി ശ്രീ CP ജോൺ ചേരുകയാണ്. സർ, സ്വാഗതം. നമസ്കാരം. UDF നടത്തുന്ന വർഗീയ ധ്രുവീകരണം എന്തെന്ന് മനസ്സിലാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ജയിച്ച ആളുകളുടെ പേര് പരിശോധിച്ച് നോക്കിയാൽ മതിയെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. ലീഗിൻ്റെ വർഗീയ ധ്രുവീകരണം ആർക്കും മനസ്സിലാവെന്ന് കരുതരുത്. ലീഗിൻ്റെ രാഷ്ട്രീയം എന്നത് വർഗീയത വളർത്തുന്ന രാഷ്ട്രീയമാണ്. കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കൂ, അത് നോക്കിയാൽ അറിയാം വർഗീയ ധ്രുവീകരണം ഉണ്ടോ എന്നൊക്കെയാണ് സജി ചെറിയാൻ പറഞ്ഞത്. ലീഗ് അങ്ങനെ വർഗീയത പടർത്തുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ വർഗീയത പടർത്തുന്ന ഒരു വിഭാഗത്തെയാണോ UDF കൂടെ കൂട്ടിയിരിക്കുന്നത്? ഇത് വളരെ പഴയൊരു ചോദ്യമാണ്. ഒരുപക്ഷെ CMPയുടെ രൂപീകരണത്തിന് തന്നെ ഇടയാക്കിയ രാഷ്ട്രീയ കാരണം മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയാണോ അല്ലയോ എന്നതായിരുന്നു എന്നുള്ളത് പഴയ തലമുറയിൽപ്പെട്ടവർക്ക് ഓർമ്മയുണ്ട്. പുതിയ തലമുറ രാഷ്ട്രീയ താല്പര്യമുള്ളവർ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അന്ന് EMS പറഞ്ഞൊരു വാദമാണ് മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയാണ്, അവരുമായി കൂട്ടുകൂടാൻ പാടില്ല എന്ന്. പക്ഷേ EMS പോലും ഇത്രയും കടുത്ത ഒരു വർഗീയ പരാമർശം നടത്തിയിട്ടില്ല. ഒരു രാഷ്ട്രീയമായ പരാമർശമായിരുന്നു അത്. പക്ഷേ അത് ഭൂരിപക്ഷ വർഗീയതയെ വളർത്തുമെന്ന് MV രാഘവൻ ചൂണ്ടിക്കാണിച്ചു. അതായിരുന്നു MVRൻ്റെ ബദൽ രേഖ അഥവാ ആൻറ്റിതീസിസ് EMSൻ്റെ തീസിസിനെതിരായിട്ട്. പക്ഷേ ഇന്നിപ്പോൾ സജി ചെറിയാനിലേക്ക് എത്തിയപ്പോൾ ഇടക്കാലത്ത് CPM ഈ നയത്തിൽ ഒരു ഭേദഗതി വരുത്തിയിരുന്നു. കോടിയേരി ബാലകൃഷ്ണനും MV ഗോവിന്ദനും സെക്രട്ടറിമാരായിരിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഒരു മതേതര ന്യൂനപക്ഷ പാർട്ടിയാണ്. അവർ മതേതര ന്യൂനപക്ഷ പക്ഷത്ത് നിന്നുകൊണ്ട് ഇന്ത്യയിൽ വളർന്നു വരുന്ന ഫാസിസ്റ്റ് വിപത്തിനെതിരെ ചെറുക്കുന്നുണ്ട്, അതിനവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് എന്നൊരു സമീപനം എടുത്തതായി നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അടുത്തിടെ വന്ന് നോക്കുന്ന സന്ദർഭത്തിൽ AK ബാലൻ്റെ പ്രസ്താവന വന്നു. AK ബാലൻ ജമാഅത്തെ ഇസ്ലാമിയെ ചാരിക്കൊണ്ടാണെങ്കിലും അടിച്ചതെല്ലാം ന്യൂനപക്ഷത്തെയാണ് എന്ന് പറഞ്ഞാൽ ഒരുതരം ഇസ്ലാമോഫോബിയ പരത്തിക്കൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ AK ബാലൻ സജി ചെറിയാൻ ടീം പിണറായി വിജയന് വേണ്ടി ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൽ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് സജി ചെറിയാനെ ഇന്നത്തെ പ്രസ്താവനയോടുകൂടി മന്ത്രിസഭയിൽ നിന്ന് ഒന്നുകൂടെ പുറത്താക്കണം എന്നുള്ളതാണ്. ഇനി അധികം കാലം ഇല്ല ഈ മന്ത്രിസഭയ്ക്ക്. അതിൽ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ആദ്യം AK ബാലൻ പ്രസ്താവന കൊടുത്തപ്പോൾ MV ഗോവിന്ദൻ അതിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ടല്ല സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. പക്ഷേ അതിനെ ന്യായീകരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രി AK ബാലൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ ന്യായീകരിച്ചതിനേക്കാളും ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റയാളാണ് സജി ചെറിയാൻ. സജി ചെറിയാൻ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ, അത് ന്യൂനപക്ഷമാകട്ടെ ഭൂരിപക്ഷമാകട്ടെ ഏത് വിഭാഗമാകട്ടെ, അതിനെതിരെ ഇന്ന് പരസ്യമായി വിജയിച്ചവരുടെ പേര് നോക്കൂ എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹം വാസ്തവത്തിൽ വലിയ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റി യോഗം കഴിഞ്ഞ് CPMൻ്റെ നേതാക്കന്മാർ മടങ്ങിയോ എന്നെനിക്കറിയില്ല. MA ബേബി ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരിക്കാം. MA ബേബി ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് പറയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ CPMൻ്റെ സെൻട്രൽ കമ്മിറ്റിയും
സ്റ്റേറ്റ് കമ്മിറ്റിയും എല്ലാം പറഞ്ഞത് RSSനെ തോൽപ്പിക്കുമെന്നാണ്. RSSനെ തോൽപ്പിക്കുമെന്ന് കരുതിയപ്പോൾ ഇങ്ങനെയാണ് തോൽപ്പിക്കുക എന്ന് നമുക്ക് മനസ്സിലായില്ല. ഇപ്പോൾ സത്യത്തിൽ അവർ RSSനെ തോൽപ്പിച്ചിരിക്കുന്നു. CPM ഈ പ്രസ്താവനയോടുകൂടി RSSനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അവർ തോറ്റു. എന്തിൽ? വർഗീയത പറയുന്നതിൽ. ഇത്രയും വൃത്തികെട്ട വർഗീയത പറയുന്നതിൽ RSSൻ്റെ മുകളിലേക്ക് RSS എന്നല്ല ഒരു സംഘടനയെക്കാളും മോശമായ തരത്തിൽ, എല്ലാ സംഘടനയെക്കാളും മോശമായ തരത്തിൽ ഇന്ന് വർഗീയത പറഞ്ഞിരിക്കുകയാണ്. RSS പോലും ഇത് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ BJP പോലും ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ജയിച്ചവരുടെ ജാതി നോക്കൂ, മതം നോക്കൂ എന്ന് BJP പറഞ്ഞതായിട്ട്, ഔദ്യോഗിക നേതൃത്വം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. സജി ചെറിയാൻ പറയുന്നത്, ഇന്നലെയാണല്ലോ സജി ചെറിയാൻ്റെ ഈ പരാമർശം ഉണ്ടായത്. ഇന്നിപ്പോൾ ഞങ്ങളൊക്കെ സജി ചെറിയാനോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സജി ചെറിയാൻ പറയുന്നത് പ്രസ്താവന വളച്ചൊടിച്ചതാണ്, അതിൻ്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമം നടന്നത് എന്നാണ് പറയുന്നത്. താൻ പറഞ്ഞ യാഥാർത്ഥ്യമാണ്, മുസ്ലിം മേഖലയിൽ ലീഗും ഹിന്ദു മേഖലയിൽ BJPയും നയിക്കുന്നു. ഈ സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാണ് സജി ചെറിയാൻ്റെ വാദം. സജി ചെറിയാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ മാത്രമൊക്കെയുള്ള ബുദ്ധി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സജി ചെറിയാൻ പറയുന്നത് CPM അപ്രസക്തമായി എന്നല്ലേ? CPM അപ്രസക്തമായോ? ഇടത് കക്ഷികൾ അപ്രസക്തമായോ? മതേതര കക്ഷികൾ അപ്രസക്തമായോ? അപ്പോൾ സജി ചെറിയാൻ ഇപ്പോൾ ഉരുണ്ടിട്ട് കാര്യമില്ല. പറയാനുള്ളത് പറഞ്ഞു. പണ്ട് കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് ഒരു നടപടി വാങ്ങിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായമൊന്നുമല്ല. ഇതൊരു പ്രോജക്റ്റാണ്, പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് AK ബാലൻ പറഞ്ഞു, ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞു, പിണറായി വിജയൻ അതിനെ എൻഡോഴ്സ് ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു വർഗീയ അന്തരീക്ഷം സൃഷ്ടിച്ചാൽ അതിൽ നിന്ന്, ആ കലക്ക വെള്ളത്തിൽ നിന്നും മീൻ പിടിക്കാം എന്ന CPMൻ്റെ തെറ്റായ കണക്കുകൂട്ടലാണ് ഇന്ന് ഈ അബദ്ധം സജി ചെറിയാനെ കൊണ്ട് പറയിച്ചിരിക്കുന്നത്. സജി ചെറിയാൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ നിന്നുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്ന് മാധ്യമങ്ങളോട്. അപ്പോൾ എടുത്തു പറയുന്നുണ്ട്, സീറ്റ് കണക്കൊക്കെ പറയുന്നുണ്ട്. ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ 39 സീറ്റുണ്ട്. മതേതരത്വം പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയത് 1 സീറ്റാണ്. കോൺഗ്രസ്സിന് 2 സീറ്റ് ലഭിച്ചു. വർഗീയത പറഞ്ഞ BJPക്ക്, എടുത്തു പറഞ്ഞു, വർഗീയത പറഞ്ഞ BJPക്ക് 12 സീറ്റ് കിട്ടി. ലീഗിന് 22 സീറ്റ് കിട്ടി. അവരുടെ പേരുകൾ വായിക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ അവസ്ഥ കേരളത്തിൽ മറ്റൊരിടത്തും വരരുത് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെയാണ് സജി ചെറിയാൻ്റെ വാദം. നമുക്ക് കാസർഗോട്ടേക്ക് പോകാം. സജി ചെറിയാനേക്കാളും കാസർഗോഡ് അറിയുന്ന ഒരാളാണ് ഞാൻ. സജി ചെറിയാൻ ആലപ്പുഴയിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തി വന്ന ഒരാളാണല്ലോ. എൻ്റെ ജൂനിയറായിട്ടുള്ള ആ ടീമിലുള്ള ആളാണ്, വിദ്യാർത്ഥി രംഗത്ത്. കാസർഗോഡ് പണ്ട് തൊട്ടേ പരിചയമുള്ള ഒരാളാണ് ഞാൻ. എന്താണ് കാസർഗോട്ടെ യാഥാർത്ഥ്യം? കാസർഗോഡ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. മുസ്ലിം ജനവിഭാഗം അവിടെ താമസിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരം ന്യൂനപക്ഷ വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഒരു മതേതര ന്യൂനപക്ഷ പാർട്ടി സീറ്റുകൾ നേടുന്നതിൽ തെറ്റുണ്ടെന്നാണോ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ മുസ്ലിം ലീഗിനെയും BJPയെയും ഒരേ തട്ടിലാണോ അദ്ദേഹം കാണുന്നത്? അപ്പോൾ BJP ആണോ മുസ്ലിം ലീഗാണോ ഏറ്റവും വലിയ ആപത്ത് എന്ന് ചോദിച്ചാൽ രണ്ടും ഒരുപോലെ എന്നാണോ അദ്ദേഹം പറയുന്നത്? ഈ പറച്ചിലിൽ അദ്ദേഹം പണ്ട് EMS പറഞ്ഞതുപോലെ മുസ്ലിം വർഗീയവാദ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന പഴയ CPMൻ്റെ നയത്തിലേക്ക് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ തിരിച്ചു പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് 80കളിലുണ്ടായ സ്ഥിതിയല്ല ഉണ്ടാക്കുക. 80കളിൽ ഇതൊക്കെ പറഞ്ഞാൽ പോലും ആപത്തില്ലാത്തൊരു കാലമായിരുന്നു. ഇന്ന് RSS ഇന്ത്യ ഭരിക്കുകയാണ്. നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡൻറ്റും സ്പീക്കറും എല്ലാം RSSൻ്റെ തട്ടകത്തിൽ നിന്നും വന്നവരാണ്. അങ്ങനെ ഒരു ഭരണം ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ BJPയെയും മുസ്ലിം ലീഗ് എന്ന ന്യൂനപക്ഷ മതേതര കക്ഷിയെയും തുലനപ്പെടുത്തുന്നത് ഒരേ ശ്വാസത്തിൽ RSSനെ ന്യായീകരിക്കുന്നതിന് തുല്യമല്ലേ? അതിനെ കുറേ കൂടെ ജസ്റ്റിഫൈ ചെയ്യുന്നതിന് തുല്യമല്ലേ? അപ്പോൾ അതുകൊണ്ട് സജി ചെറിയാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റത്തെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു സമീപനമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കിട്ടുന്നത് ആ പാർട്ടി വർഗീയ പാർട്ടി ആയതുകൊണ്ടാണ്, ഇന്ന ആളുകളുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ
ഒരു ന്യൂനപക്ഷ പാർട്ടിയെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും അതിനോട് പ്രതികരിക്കാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം എന്ന ആവശ്യം ഞാൻ വീണ്ടും ഉന്നയിക്കുകയാണ്. സജി ചെറിയാൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞത് വർഗീയതയുടെ തീപ്പൊരിക്കായി കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് CPM തീപ്പന്തം എറിഞ്ഞു കൊടുക്കുന്നു എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത് കേട്ടത്. ശരിയല്ലേ? തീപ്പൊരി വീഴാൻ കാത്തിരിക്കുന്നവർ ഉണ്ട്. അവർക്ക് തീക്കൊള്ളി നൽകുന്ന നിലപാടാണ് CPM ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മന്ത്രിയുടെ ഈ പ്രസ്താവന അത് ആരും അറിയാതെ ആവുമോ? മുഖ്യമന്ത്രിയുടെ അറിവോടെയൊക്കെ തന്നെ ആയിരിക്കില്ലേ ഇത്തരത്തിൽ? ഇപ്പോൾ ഇത് സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കഴിഞ്ഞ ദിവസം ആഴ്ചകൾക്ക് മുമ്പ് AK ബാലൻ്റെ നാവുകളിൽ നിന്നും വന്നു ഇതുപോലെയുള്ള വർഗീയ പരാമർശങ്ങളൊക്കെ. ഇതൊന്നും മുഖ്യമന്ത്രി അറിയാതെയാണോ? മുഖ്യമന്ത്രി പിന്നെ അതിനെ ന്യായീകരിക്കുന്നുമുണ്ട്. AK ബാലൻ പറഞ്ഞതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ നാളെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഞങ്ങളൊക്കെ മൈക്കുമായി ചെല്ലുമ്പോൾ സജി ചെറിയാൻ പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ AK ബാലൻ്റെ ഒപ്പം നിന്നതുപോലെ തന്നെ സജി ചെറിയാൻ്റെ ഒപ്പവും മുഖ്യമന്ത്രി നിൽക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. കേരളം കാത്തിരിക്കുന്ന ഒരു മറുപടിയാണത്. കാരണം മുഖ്യമന്ത്രി തൻ്റെ മന്ത്രിസഭാംഗമാണ് സജി ചെറിയാൻ. അദ്ദേഹം കേവലം CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മാത്രമല്ല, തൻ്റെ മന്ത്രിസഭയിൽ അംഗമായ സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ എല്ലാവരോടും ഒരുപോലെ പെരുമാറും, ആരോടും പ്രീതിയോ ഭീതിയോ ഒന്നും കാണിക്കില്ല എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള സജി ചെറിയാൻ ഒരു സത്യപ്രതിജ്ഞാ ലംഘനവും കൂടെ അവിടെ നടത്തിയിരിക്കുകയാണ്. അതും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആളുകളുടെ മതം നോക്കാൻ മന്ത്രി പറയുകയാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമായൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? സജി ചെറിയാൻ്റെ മതം ആരെങ്കിലും നോക്കിയോ? അപ്പം അതുകൊണ്ട് ഇത് ഭരണഘടന പ്രദാനം ചെയ്ത അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ആളുകളുടെ മതം നോക്കുക. അത് മുസ്ലിം മാത്രമല്ല, അത് ഹിന്ദു ആവട്ടെ, അതിനകത്തുള്ള ഏത് കമ്മ്യൂണിറ്റി ആവട്ടെ, ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളാവണമെങ്കിലും മുസ്ലിം മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ക്രിസ്തു മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ഒരു മതവുമില്ലാത്ത ആളാണെങ്കിലും അവരുടെയൊക്കെ മതം നോക്കൂ, മതമില്ലായ്മ നോക്കൂ എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനയ്ക്കെതിരായൊരു നിലപാടല്ലേ? അത് സത്യപ്രതിജ്ഞയ്ക്കെതിരായ നിലപാടല്ലേ? ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, നിലപാട് പറയണം. MA ബേബിയും MV ഗോവിന്ദനും അത് പാർട്ടിയുടെ അഭിപ്രായമാണോ എന്ന് ഇന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ്. MV ഗോവിന്ദൻ ഏതായാലും ഞങ്ങളോട് മാധ്യമങ്ങളോട് ഈ വിഷയം സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ഇനിയുള്ള മണിക്കൂറുകളിൽ എന്താവുമെന്ന് അറിയില്ല, നമുക്കത് നോക്കിക്കാണാം. ഏതായാലും മുൻപും ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ വർഗീയ പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ അതൊക്കെ വിവാദമായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്നലത്തെ ഈ സജി ചെറിയാൻ്റെ ഈ പരാമർശമുണ്ടല്ലോ, അത് ചരിത്രത്തിൽ ഇടം പിടിക്കും തന്നെയായിരിക്കും. അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ മന്ത്രിസഭയിലെ ഒരംഗം ഇതുപോലൊരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അതും ഇത്തരത്തിലൊന്ന് ജയിച്ചു വരുന്ന ആളുകളുടെ മതം അത് നോക്കാനൊരു മന്ത്രിസഭാംഗം പറയുക എന്ന് പറയുമ്പോൾ അത് ചരിത്രമാവില്ലേ? തീർച്ചയായിട്ടും ഇതൊരു ചരിത്രത്തിലെ ഏറ്റവും വികൃതമായ ഒരു പേജാണ്. ചരിത്രത്തിലെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വികൃതമായ പേജാണിത്. അത് സജി ചെറിയാൻ്റെ പേരിലാണ് അത് രേഖപ്പെടുത്തപ്പെടുന്നത് എന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ രാഷ്ട്രീയ രംഗത്ത് വന്ന ഒരാളാണ്. പക്ഷേ ഇതൊക്കെയാണ് മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ളത്, ഇതൊക്കെയാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ദുഃഖമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി അടിയന്തരമായി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ സജി ചെറിയാനെ പുറത്താക്കണം. ഇപ്പം നാളെ സഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. സഭാ സമ്മേളനം നടക്കുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് വരുമല്ലോ. ഇതിനെക്കുറിച്ച് നാളെ സഭയിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ. നമുക്ക് കാത്തിരുന്ന് കാണാം. CPMൻ്റെ വിഭ്രാന്തിയിൽ നിന്ന്, നേതാക്കളിൽ നിന്ന് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളൊക്കെ വരുന്നത്, ഇതൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയാണ് പൊതുജനം നോക്കിക്കാണുക എന്ന് നമുക്ക് കണ്ടറിയാം. അതിനിപ്പോൾ അധിക സമയമൊന്നുമില്ല. ഒരു മെയ് മാസം ആയാൽ നമുക്ക് കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരും. വളരെയധികം നന്ദി ഇത്ര നേരം ഞങ്ങളോട് സംസാരിച്ചതിന്. വളരെ നന്ദി ക്ഷണിച്ചതിന്.